വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഷൈനീസ് മെമ്മറീസ് ആകാം. കുറേ നാളായിട്ട് വിചാരിക്കുകയാണ് ഒരു ഇൻട്രാക്റ്റീവ് വീഡിയോ എടുക്കണമെന്ന്, അല്ലെങ്കിൽ ചിറ്റാറ്റ് പോലെ ഇങ്ങനെ ഇരുന്ന് ഒരു വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ അതിനൊരു സമയമോ അല്ലെങ്കിൽ ഒരു സന്ദർഭവും നമുക്ക് വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു 2-3 ദിവസമായിട്ട് യൂട്യൂബിൽ ഇങ്ങനെ ഒരു ട്രെൻഡിങ് ആയിട്ട് കിടക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു. അത് ഞാൻ കാണുകയുണ്ട്. ഞാൻ അവരെ ഫോളോ ചെയ്യുന്നൊരു വ്യക്തിയാണ്. എനിക്കെന്തോ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാൻ എൻ്റെ ഒരു ചിറ്റാറ്റ് വീഡിയോ അല്ലെങ്കിൽ ഒരു ഇൻട്രാക്റ്റീവ് സെക്ഷൻ എനിക്കെന്ന് തോന്നി. കാരണം അതിലും നല്ലൊരു വീഡിയോ ഇല്ല, അല്ല, ആസ് എ ഒരു വുമൺ എന്ന നിലയിൽ അതിലും നല്ലൊരു വീഡിയോ എനിക്ക് തോന്നുന്നില്ല സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഇത് ഞാൻ എൻ്റെ അഭിപ്രായമായിട്ടാണ് ഞാൻ പറയുന്നത്. ഈ ഒരു വീഡിയോയ്ക്കകത്തിൽ എൻ്റെ എന്നല്ല, ഒട്ടുമിക്ക കേരളത്തിലെ അല്ലെങ്കിൽ വേൾഡിലെ സ്ത്രീകളെ നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക സ്ത്രീകളുടെയും ഒരു ഇന്നർ വോയിസ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് സ്ത്രീകൾ നല്ല ചില നല്ലവരായ പുരുഷന്മാരുടെയും ഈ ഒരു ഇന്നർ വോയിസ് ആണിത്. എല്ലാവരും ഒക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഇതിനെ ഒരു നെഗറ്റീവായിട്ട് പറയുന്നുള്ളൂ, അല്ലേ? ബാക്കി എല്ലാവരും ഇതിനെ ഒരു പോസിറ്റീവ് ഒരു വൈബോട് കൂടി തന്നെയാണ് ഇതിനെ ഏറ്റെടുത്തേക്കുന്നത്, ഈ ഒരു വീഡിയോ ഏറ്റെടുക്കുന്നത്. ഇപ്പം തന്നെ എല്ലാവർക്കും മനസ്സിലാക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത് ദിയ കൃഷ്ണയുടെ ഡെലിവറി വീഡിയോനെ കുറിച്ചാണ്. ഞാനാണെങ്കിൽ അവരുടെ ഫാമിലി ഫുൾ മെമ്പേഴ്സിനെയും ഫുൾ മെമ്പേഴ്സിനെയും ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അവരുടെ എല്ലാ വീഡിയോസുകളും ഞാനിരുന്ന് കാണുന്നവരാണ്. എനിക്കിഷ്ടപ്പെടാത്ത ചില വീഡിയോസ് ഉണ്ടെങ്കിൽ അതിനെ സ്കിപ്പ് ചെയ്തു പോകും, അതിന് കമൻസ് ഇടും. നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയും. എക്സ്പെഷ്യലി സിന്ധു ആൻറ്റിയുടെ വീഡിയോ കാണുമ്പോൾ ആരാണ് കണ്ടിരിക്കാത്തത്? ഒരു വീട്ടിനെ ഇങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ എങ്ങനെ ഒരു വീട്ടിനെ ഓടിച്ചുകൊണ്ട് കിടക്കുന്നത്, അല്ലെങ്കിൽ ഒരു 1 വീക്ക് വീഡിയോസൊക്കെ കാണിക്കുന്നവർ ചില കാര്യങ്ങൾ നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകുന്നത് ചില ടിപ്സൊക്കെ അതിൽ നമുക്ക് കിട്ടുന്നുണ്ട്, അല്ലേ? നമ്മളൊരു വീഡിയോയിലോട്ട് ഇറങ്ങി നോക്കുമ്പോൾ അതിൽ ഇപ്പം മെജോറിറ്റി നല്ലതാണെങ്കിൽ ചില ചീത്ത കാര്യങ്ങളും അല്ലെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില കാര്യങ്ങളും അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റാത്തത് വിടുക, നല്ലതിനെ നമ്മൾ ഏറ്റെടുക്കുക, അല്ലേ? എന്ന് പറഞ്ഞ പോലെയാണ് ഈ ഒരു വീഡിയോയിലും. ഇതിലെനിക്ക് സ്റ്റാർട്ടിങ് മുതൽ ഒരു 51.49 സെക്കൻഡ്സ് ഉള്ളൊരു വീഡിയോ ആണ്. 51 minutes 49 seconds ഉള്ളൊരു വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ എനിക്ക് സ്റ്റാർട്ടിങ് ടു എൻഡിങ് വരെയും ഒന്ന് തന്നെ ഇല്ല എനിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഏതൊരു വ്യക്തിയും അല്ലെങ്കിൽ നന്മയുള്ള ഏതൊരു വ്യക്തികളും കണ്ടിരുന്ന് പോകുന്ന രീതിയിലുള്ളൊരു വീഡിയോ ആണ് ഈ ഒരു ഡെലിവറി വീഡിയോ. അതിൻ്റെ അകത്തിൽ ഇത്ര നെഗറ്റീവ് പറയാൻ തക്ക എന്ത് കാരണമാണ്? ഞാനത് റിപ്പീറ്റ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കും. ഇതിൻ്റെ അകത്തിൽ എന്ത് നെഗറ്റീവാണ്? ഈ കുറച്ച് ആൾക്കാർ എന്ത് നെഗറ്റീവാണ്, എന്തുകൊണ്ടാണ് ആ ഒരു നെഗറ്റിവിറ്റി പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ഈ പറയുന്ന ആൾക്കാർ തന്നെ എന്തോരം വൾഗറായിട്ടുള്ള വീഡിയോസ് ആണ് പോയി കാണുന്നത്, അല്ലേ? ഇതിൽ എന്ത് വൾഗറായിട്ട്, ഒരു വൾഗർ എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും അതിൽ കാണിച്ചിട്ടില്ല. ഇതിൽ ഒരു സ്ത്രീ ഒരു അമ്മയാവുന്ന ഒരു നിമിഷത്തെയാണ് കാണിച്ചേക്കുന്നത്. അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന അവരുടെ കുടുംബം എങ്ങനെയാണ്, അല്ലെങ്കിൽ ഹസ്ബൻഡ് എങ്ങനെ വേണം, അല്ലെങ്കിൽ ഒരു അച്ഛൻ എങ്ങനെ വേണം, അല്ല അമ്മയും സഹോദരങ്ങളും എങ്ങനെ വേണം എന്ന് കാണിക്കുന്ന ഒരു മൊമെന്റാണ് നമ്മൾ ആ ഒരു വീഡിയോ കാണാൻ പറ്റുന്നത്, അല്ലേ? അതൊക്കെയെന്ന് വെച്ചാൽ അത്രയൊന്നും നമുക്ക് ആക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഏതൊരു ആക്ടേഴ്സിനാണെങ്കിൽ തന്നെ ചില സിറ്റുവേഷനിൽ നമ്മുടെ ആക്ടിങ് ഒക്കെ കയ്യിൽ നിന്ന് വിട്ടുപോകും. നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല അവരതിൽ കാണിച്ചേക്കുന്ന ഒരു ആക്ടിങ് ആണെന്ന്. അതൊരു റിയാലിറ്റിയാണ്, അതൊരു ഒരു ഇമോഷൻസ് ആണ് എല്ലാവരുടെ മുൻപിൽ നിന്ന് വന്നത്. അവർ വീഡിയോ എടുക്കുന്നത് ശരിയാണ്, അവർ ചിലപ്പോൾ ഒരു കണ്ടന്റിന് വേണ്ടി ആയിരിക്കാം, എന്തും ആയിക്കോട്ടെ. അവരാ കണ്ടന്റ് തരുന്ന ഒരു വ്യക്തിക്കെങ്കിലും ഒരു പോസിറ്റീവ് ഒരു തോട്ട് കൊടുക്കാതിരിക്കത്തില്ല ആ ഒരു വീഡിയോയിൽ നിന്നും, എനിക്ക് തോന്നുന്നില്ല. അപ്പം നമുക്ക് അവരുടെ ഒരു കണ്ടന്റ് നമ്മളൊരു ഇൻഫ്ലുവൻസേഴ്സ് എന്ന നിലയിൽ എന്താണ് നമ്മൾക്ക് ഇൻഫ്ലുവൻസ് എന്ന് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു വീഡിയോ എങ്ങനെ ഒരാളിലെങ്കിലും ഒരു മാറ്റം വരുത്തുക എന്നുള്ളതാണ് ഒരു ഇൻഫ്ലുവൻസറിന്റെ കഴിവെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ വിജയം അതിലാണ്. അതിപ്പോൾ ഒന്നല്ല, 10,000 ലക്ഷക്കണക്കിന് ആൾക്കാരുടെ മൈൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്തൊരു വ്യക്തിയാണ് ഇപ്പോൾ ദിയ കൃഷ്ണ എന്ന് പറയുന്നത്. ഇപ്പോഴെന്നല്ല, ഇതിന് മുൻപത്തെ ദിയയുടെയൊക്കെ ഒരു പ്രശ്നങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. അവരുടെ ഓസി ഷോപ്സിൽ നിന്നും ക്യാഷ് അടിച്ചുകൊണ്ട് പോയതും അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും സമൂഹത്തിലെല്ലാം ഇതേപോലെ തന്നെ ഈ ഒരു 2 വീക്സിന് മുന്നേ ഓസി നേരിട്ടുകൊണ്ടിരുന്ന ഒരു പ്രശ്നങ്ങളെക്കുറിച്ച് എല്ലാ മാധ്യമ പ്രവർത്തകരും എല്ലാം പബ്ലിക്കായിട്ട് വരികയും അവരുടെ ചാനലുകളിലൂടെ നമ്മളെല്ലാം കേട്ട് അറിഞ്ഞൊരു കാര്യമാണ്, അല്ലേ? നമ്മളൊന്ന് ആലോചിക്കണം, ഈ 2 വീക്കിന് മുൻപേ ഓസി പോയൊരു ട്രോമയിലൂടെ നമ്മൾ ചിന്തിക്കണം, അല്ലേ? എത്ര പേർക്ക് അതിനെ മറികടന്ന് നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ ഇത്രയും ഒരു സപ്പോർട്ടീവായിട്ട് അല്ലെങ്കിൽ ഇത്രയും ഒരു സന്തോഷമായിട്ട് ഇങ്ങനൊരു കുട്ടീനെ ജന്മം ചെയ്യാൻ പറ്റും? അവരുടെ ഒരു ലാസ്റ്റ് മൊമെന്റിലാണ് അവർ ഈ 2 വീക്സിന് മുന്നേ അവർ ഇത്രയും വിഷമങ്ങൾ അനുഭവിച്ചതും. നമ്മളുടെയൊക്കെ വീട്ടിൽ നിന്ന് ഒരു 10,000 രൂപ പോയാൽ തന്നെ നമുക്ക് എന്തുമാത്രം ടെൻഷനാണ്. നമ്മളെ പറ്റിച്ച ഒരാൾ 1 രൂപ എടുത്തുകൊണ്ട് പോയാൽ തന്നെ നമുക്ക് ടെൻഷനല്ലേ? അങ്ങനെയുള്ള സ്ഥിതിക്കാണ് അത്രയും ലക്ഷങ്ങൾ
അവരെ കബളിപ്പിച്ച് എടുത്തുകൊണ്ട് പോയത്. അപ്പം അത് അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ലീഗലി അവർ നടക്കുന്നുണ്ട്. എങ്കിൽ തന്നെയും ആസ് ഒരു പ്രഗ്നന്റ് ലേഡി എന്ന നിലയിൽ അവരനുഭവിച്ച വേദന എന്തായിരിക്കും? അപ്പോൾ അവർക്ക് ആ ഒരു ഫാമിലിയിൽ നിന്ന് കിട്ടിയ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇന്ന് അവർ ആ ഒരു കുട്ടിക്ക് ഇത്രയും മനോഹരമായ ഒരു രീതിയിൽ ഒരു ജന്മം നൽകാൻ പറ്റിയതല്ലേ. അതിന് നമ്മൾ റിയലി കെ ഫാമിലിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റൂ. ഇനി എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അവരുടെ പൊളിറ്റിക്സിൽ എതിരുള്ളവർ, എനിക്ക് പൊളിറ്റിക്സുമായിട്ട് യാതൊരു ഇതുമില്ലാത്തതാണ്. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൊരു കൺസെപ്റ്റാണ് ഈ വന്ന ടൈമിലൊക്കെ എന്ന് പറഞ്ഞാൽ. പക്ഷെ എനിക്കെങ്കിലും ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് കെ അങ്കിളിനെ ഭയങ്കര ഇഷ്ടമാണ്. സിന്ധു ആൻറ്റി ആണെങ്കിലും മറ്റുള്ള സിസ്റ്റേഴ്സിനെ എല്ലാവരും, ഈവൻ അശ്വിൻ്റെ ഫാമിലി ആണെങ്കിലും. അശ്വിൻ്റെ ഫാമിലി രംഗത്തോട്ട് വരാത്തെന്ന് പറഞ്ഞാൽ അവർ ഒരു സോഷ്യൽ മീഡിയ ആൾക്കാരല്ല. പക്ഷെ ദിയ കൃഷ്ണയുടെ ഫാമിലി അങ്ങനെയല്ല. അവരിങ്ങനെ സമൂഹത്തിനിടയ്ക്കും സൊസൈറ്റിയിലും ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഫേമസ് ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെ പബ്ലിക്കായിട്ട് അവരുടെ ഫിഗർ കാണിക്കാൻ താല്പര്യപ്പെടുന്ന വ്യക്തികളാണ്. അപ്പം ഒരിക്കലും അശ്വിൻ്റെ ഇപ്പോൾ കുറേ കമൻസ് ഞാൻ കണ്ടു, അശ്വിൻ്റെ ഫാമിലിനെ കൊണ്ടുവന്നിട്ടില്ല, അശ്വിൻ്റെ ഫാമിലി എന്തേ, അശ്വിനെ വിലയ്ക്ക് വാങ്ങിയത് കൂട്ടാണ്, അല്ലെങ്കിൽ അശ്വിനെ ഒരു അടിമയായിട്ടാണ്. ഒരിക്കലും അവിടെ അശ്വിനെ അടിമയായിട്ടെന്നല്ല. ഇതിപ്പം ഒരു പെണ്ണിനെ ഒരു ഹസ്ബൻഡ് ഒരു വൈഫിനെ ഇത്രയും കെയർ ചെയ്യുമെങ്കിൽ ഉടനെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു വന്ന സമൂഹത്തിൽ ഇത്രയും നാളായിട്ടും നമ്മൾ പറയും ജെൻസി കാലഘട്ടമാണെന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. എന്നിട്ട് കൂടി ഈ ഒരു ചിന്താഗതി ഒരു മനുഷ്യരുടെ മൈൻഡിൽ നിന്നും മാറുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും അല്ലേ? ഞാൻ പലപ്പോഴും ചിന്തിച്ചു എന്തുകൊണ്ടാണ് ഈ ചിന്താഗതികൾ മനുഷ്യരുടെ മാറാത്തത്? നല്ലതിനെ നല്ലതായിട്ട് അക്സെപ്റ്റ് ചെയ്യുക, ചീത്ത കാര്യങ്ങളെ ചീത്തതായിട്ട് അക്സെപ്റ്റ് ചെയ്യുക. പക്ഷെ ഇവിടെ കൂടുതലും മെജോറിറ്റിയും കണ്ടുവരുന്നത് പറഞ്ഞാൽ നല്ലതിനെ ചീത്ത പറയുക, ചീത്ത കാര്യങ്ങളെ കൊട്ടിഘോഷിച്ച് അത് അക്സെപ്റ്റ് ചെയ്ത് അതിനെ മുൻപന്തിയിൽ കൊണ്ടുവന്ന് അവരെ ടോപ്പാക്കുക എന്നുള്ളതാണ് കൂടുതലും കണ്ടുവരുന്നത്. പിന്നെ ഈ വീഡിയോയ്ക്കകത്തിൽ ഒരു വുമൺ എന്ന നിലയിൽ കരയാത്ത ഒരു നിമിഷം പോലും കാണത്തില്ല. സന്തോഷ കണ്ണീര്, കരയുക എന്ന് പറഞ്ഞാൽ സങ്കടം കൊണ്ട് കരയല്ല. നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെയും അതിനകത്തിൽ നർമ്മം കലർന്നിട്ടുണ്ട്. ദിയെങ്കിൽ ആ ബോളൊക്കെ കാണുമ്പോൾ ഓടിപ്പോയി ഞാൻ ഇതിലിരിക്കുന്നു, അല്ലെങ്കിൽ ഞാനിതൊക്കെ കണ്ടിട്ടുണ്ട്, ഞാനിതൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ഒരു കൗതുകമാണ് അവിടെ കാണുന്നത്. ആ ഒരു ബോളിൽ ഇരിക്കാനും അല്ലേ, ആ ബോൾ നമ്മൾ പലപ്പോഴും വെക്കും എന്തിനാണ് ആ ബോൾ എന്തിനാണ്. പക്ഷെ അത് ദിയ അതിൽ പറഞ്ഞു നമുക്ക് ഒരു നമ്മളുടെ താഴ്ഭാഗങ്ങളിൽ ഒരു സപ്പോർട്ട് തരുന്നുണ്ടെന്ന് പറയുന്നത് അതൊരു പുതിയ ഇൻഫോർമേഷൻ അല്ലേ. എന്നാൽ വെച്ചാൽ ഇത് യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്താൽ പോരെ, അല്ലെങ്കിൽ ഒരു ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇതിനെക്കുറിച്ചെല്ലാം കിട്ടും. എത്ര പേരുണ്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുന്നവർ. നമുക്ക് ഇഷ്ടപ്പെടുന്നവർ അതിനെ കാണിക്കുമ്പോഴാണ് നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ നോക്കുന്നത്, നല്ല കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ നോക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇതിലത് നമുക്ക് ദിയേനെ ഇഷ്ടമാണ്, ദിയ ഫാമിലി അവരുടെ ഫുൾ ഫാമിലി മെമ്പേഴ്സിന് ഇഷ്ടമാണ്. അപ്പോൾ അവരത് കാണിക്കുമ്പോൾ നമുക്ക് ഓക്കെ അതിങ്ങനെ ആയിരിക്കും, അതിനിങ്ങനെ നമുക്കൊരു സപ്പോർട്ട് ഉണ്ടല്ലേ എന്ന് ചിന്തിച്ച് നമ്മൾ അതിനെ യൂസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ആ റൂം എടുത്തതിന് പണത്തിൻ്റെ കൊഴുപ്പല്ലേ. ഓഫ് കോഴ്സ് അവർ കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ ടൈം കളഞ്ഞ് അവർ ചിലപ്പോൾ രാവിലെ പോയിട്ട് വൈകിട്ട് വരുന്നു, പിന്നെ അടുത്ത മോർണിംഗ് ഷെഡ്യൂൾ ചെയ്യുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഒരു വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര സിമ്പിളായിട്ടുള്ള കാര്യങ്ങളല്ലല്ലോ. എല്ലാം അവർ തനിയെ ചെയ്യുന്നു. ഒരു വീഡിയോഗ്രാഫറിനെ വെക്കുന്നില്ല, ഒരു ഫോട്ടോഗ്രാഫറിനെ വെക്കുന്നില്ല, അവർ എഡിറ്റിങ് ആരുമില്ല. അവർ സ്വയമേ അവർ ടൈം സ്പെൻഡ് ചെയ്ത് ചിലപ്പോൾ മാത്രം വീഡിയോഗ്രാഫിക്കൊക്കെ നല്ല വീഡിയോഗ്രാഫിക്കൊക്കെ അത് സ്റ്റാൻഡ് തട്ടിയതാണ്. ചില സമയത്ത് മാത്രം അവരെന്താണ് വീഡിയോ എടുക്കാൻ പുറത്തുനിന്ന് ആൾക്കാരെ വെക്കുന്നു, അത് വീഡിയോ എടുക്കുന്നു, എഡിറ്റൊക്കെ ചെയ്യുന്ന അവരൊക്കെ തന്നെയാണ്. അപ്പോൾ അവരൊക്കെ തന്നെ അത് പബ്ലിക്കിന് ഫ്രണ്ടിൽ കൊണ്ടുവരുന്നു. അപ്പോൾ അവരത്രയും സ്ട്രഗിൾ ചെയ്യുന്നില്ല, അവരും കഷ്ടപ്പെടുന്നില്ലേ. അപ്പോൾ അവരുടെ ടൈം അവരുടെ സമാധാനമായിട്ടിരിക്കേണ്ട സമയമാണ് അവർ സ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ നമ്മൾ അതിനെയൊക്കെ നമ്മൾ കാണുക ഒന്ന്, അതായത് നമ്മൾ മനസ്സറിഞ്ഞൊന്ന് കണ്ട് നോക്കുക അതിൻ്റെ അകത്തിൽ എന്താണ് തെറ്റായിട്ട് കാണിച്ചേക്കുന്നത്, എന്ത് കാര്യമുണ്ട്, ഏത് പോയിന്റിലാണ് ദിയ അതിൻ്റെ അകത്തിൽ തെറ്റായിട്ടുള്ളൊരു കാര്യങ്ങൾ കാണിച്ചേക്കുന്നത്. എല്ലാ കാര്യങ്ങളും നമുക്ക് അറിവിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ദിയ പറഞ്ഞേക്കുന്നത് അല്ലേ. പിന്നെ ഹസ്ബൻഡിന്റെ സപ്പോർട്ട് എത്ര പേർക്ക് കിട്ടും? ഇത്രയും സപ്പോർട്ട് കിട്ടുന്നവരുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷെ മെജോറിറ്റി ആൾക്കാർ കിട്ടാത്തവരാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതൊരു എന്താണ് ഒക്കെ ഞാൻ ഇങ്ങനെയും ചെയ്യാം. സ്നേഹം കാണുമായിരിക്കും, ഹസ്ബൻഡിന് സ്നേഹമില്ല എന്നല്ല പറയുന്നത്, പക്ഷെ ആ സ്നേഹത്തെ പ്രകടിപ്പിക്കാൻ അറിയത്തില്ലായിരിക്കും ചില സന്ദർഭങ്ങളിൽ. പക്ഷെ അങ്ങനെയുള്ളവർക്ക് ഇതൊരു ഒരു സ്റ്റാർട്ടിങ് പോലെ, അതായത് ബിഗിനിങ് പോലെ ഇത് കണ്ടിട്ടാണെങ്കിൽ ഓക്കെ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അശ്വിനെ കണ്ട് എല്ലാം പഠിക്കണം എന്നല്ല പറയുന്നത്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എടുക്കുക. അപ്പൊ ഇങ്ങനെയും എനിക്ക് ചെയ്യാം എന്ന് നമ്മളുടെ മൈൻഡിലേക്ക് ഒരു തോട്ട് പോലെ ഇട്ട് തന്നേക്കാണ് ഇപ്പോഴത്.
പിന്നെ KK അങ്കിൾ ആണെങ്കിൽ ഒരു കറക്റ്റ് സമയത്ത് അവർ വരുന്നു. അവരുടെ ഒരു ഹാപ്പിനെസ് കാണുമ്പോൾ ആർക്കാ ഇത്ര കുശുമ്പുള്ളതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്ത് കണ്ടിട്ടാണ് അവർ ഈ ഒരു വീഡിയോയിൽ നിന്ന് ഇത്രയും നെഗറ്റീവ് തോട്ട്സ് വരുന്ന അറിയത്തില്ല. ആ ഒരു മൊമെന്റ്, ആ കുഞ്ഞ് പുറത്ത് വരുന്നൊരു മൊമെന്റ്, അവരുടെ മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പുറത്ത് നിന്ന് കാണുന്നൊരു കാണികളാണ്. എന്നിട്ട് കൂടി തന്നെ നമുക്ക് എല്ലാവർക്കും അത് ഫീൽ ചെയ്യാൻ പറ്റും. മനസ്സുള്ള എല്ലാവർക്കും അത്, നന്മയുള്ള മനസ്സുള്ള എല്ലാവർക്കും അത് ഫീൽ ചെയ്യാൻ പറ്റും അല്ലേ? അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വിമർശിച്ചില്ലെങ്കിലും കണ്ട് വിട്ട് കളയുക. അതിനെ വിമർശിക്കാനായിട്ട് നിൽക്കരുത്. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ എനിക്കെന്തോ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് സംസാരിക്കണമെന്ന് തോന്നി. എല്ലാവർക്കും ആ ഒരു വീഡിയോ, ഞാൻ പറയുന്നത് എല്ലാവരും ആ ഒരു വീഡിയോ കാണണം. അറ്റ്ലീസ്റ്റ് ഒന്ന് കണ്ടിരിക്കുവാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. ഇപ്പം ഡെലിവറി ആകാൻ പോകുന്ന വ്യക്തികളാണെങ്കിൽ ഞാൻ കൊണ്ട് കുറേ പേര് അതിന് റിയാക്ഷൻ വീഡിയോ പോലെ ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഇങ്ങനെ കമൻട്രി പറയുന്നതോട് കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ നല്ല ഇതാണ്, നമ്മളെല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണെന്ന്. ഞാനൊരു 7 or 8 ടൈംസ് ഞാനത് കണ്ടിട്ടുണ്ട് ആക്ച്വലി ആ ഒരു വീഡിയോ. ചില ഭാഗങ്ങൾ എനിക്ക് അങ്ങോട്ട് എന്താ പറയുക, സ്കിപ്പ് ചെയ്യാണ്ട് കുറേ നേരം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിലോട്ട് ഇറങ്ങി ചെന്ന് നമ്മൾ ദിയയുടെ അടുത്തുണ്ട്. ഇപ്പം ദിയേനെയും കുട്ടീനെയും കാണാനുള്ളൊരു ഫീലിംഗ് ആണ് ചില ഭാഗങ്ങൾ നമ്മളതിൽ കാണുമ്പോഴത്തേക്കിന്. ഹോപ്പ് ദിയയും കുട്ടിയും സുഖമായിട്ടിരിക്കുന്നുവെന്ന്. മറ്റുള്ള എല്ലാ ഫാമിലി മെമ്പേഴ്സും ഇത്രയും നിങ്ങൾ സപ്പോർട്ട് കൊടുത്തതിനും അത് സമൂഹത്തിന് എന്തുമാത്രം ഒരു പ്രചോദനമാണ് കൊടുത്തതെന്നുള്ളത് നിങ്ങൾക്കും അറിയാം, മറ്റുള്ള എല്ലാ കാണികൾക്കും അറിയാം അല്ലേ? അതുപോലെ അശ്വിൻ്റെ ഫാമിലി ആണെങ്കിലും ഇത്രയും നല്ലൊരു കുട്ടീനെ വളർത്തി വലുതാക്കി കൊണ്ടുവന്നതിനും അവൻ ഇത്രയും സപ്പോർട്ട് കൊടുക്കുക, അശ്വിൻ ഇത്രയും ഒരു സപ്പോർട്ട് കൊടുക്കുന്നതിനും, ദിയയാണെങ്കിലും അഹാനയാണെങ്കിലും അഹാനയുടെ വെയിൽ, ഇഷാനിയാണെങ്കിൽ ഇഷാനിയുടെ വെയിൽ, ഹൻസികയുടെ വെയിലും, അപ്പച്ചി, അപ്പൂപ്പൻ, അമ്മുമ്മ എല്ലാവരും, സിന്ധു ആൻറ്റി, KK അങ്കിൾ അവരുടേതായ രീതിയിലെല്ലാം ദിയനെ സപ്പോർട്ട് ചെയ്തിരുന്നു. കാരണം ദിയ കുറേ അറ്റ്ലീസ്റ്റ് ഈ ഒരു 2 weeks മുന്നേ ദിയ കുറേ അനുഭവിച്ചു. അപ്പം അതിനൊരു മെൻ്റൽ സപ്പോർട്ടാണ് വളരെ പ്രധാനം. അതേപോലെ ദിയയുടെ ഈ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ദിയയ്ക്കൊരു മെൻ്റൽ സപ്പോർട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമാണ്. അപ്പോൾ എനിക്ക് നമ്മളുടെ സമൂഹത്തിനോട് പറയുന്നത് ചില കാര്യങ്ങൾ നമ്മൾ നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ വിട്ടുകള, അതിനെ വന്ന് മറ്റൊരാളുടെ മൈൻഡിലേക്ക് ഇത് അങ്ങനാണോ അല്ലെങ്കിൽ ഇങ്ങനാണോ എന്ന് ചിന്തിപ്പിക്കാനുള്ള ഇടവരുത്തത്. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ അശ്വിൻ്റെ ഫാമിലിനെ കുറിച്ചാണ് അതിൻ്റെ അതിൽ മൊത്തം ഈ നെഗറ്റീവ് വരും. അശ്വിനെ വിലയ്ക്ക് വാങ്ങി അശ്വിൻ്റെ ഫാമിലിയെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ അശ്വിൻ്റെ ഫാമിലി കുട്ടീനെ കണ്ടോ. അപ്പോൾ എന്ത് വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്? അതിൻ്റെ അകത്തിൽ തന്നെ കാണിക്കുന്നുണ്ടല്ലോ അശ്വിൻ്റെ ഫാമിലി വരുന്നതും കുട്ടീനെ എടുക്കുന്നതും കാണുന്നതും. 24 hours അശ്വിൻ്റെ ഫാമിലിക്ക് ഇവിടെ വന്നിരിക്കാൻ പറ്റുമോ? അത് തന്നെയല്ല, അശ്വിൻ്റെ ഫാമിലി വന്നു കണ്ടു, അതിൽ ചെറിയൊരു മിനിറ്റ് മാത്രമേ നമ്മളെ കാണിക്കുന്നുള്ളൂ അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള ടൈം ഒന്നും അവർ വീട്ടിൽ പോകാതെ എടുക്കാതെ ഇരിക്കുമൊന്നുമല്ല. ഇടയ്ക്ക് ഏതോ സിന്ധു ആൻ്റിയുടെ ഒരു വ്ളോഗിൽ കാണിക്കുന്നുണ്ട്. അതെനിക്കറിയാം, സിന്ധു ആൻ്റിയുടെ എല്ലാ വ്ളോഗ്സും കാണുന്നതുകൊണ്ട് ചിലപ്പം എൻ്റെ കണ്ണിൽ വന്നതായിരിക്കും അശ്വിനെയും ദിയനെയും അശ്വിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യുന്നത്. നമ്മുടെയൊക്കെ വീട്ടിലാണെങ്കിൽ തന്നെയും എത്ര വട്ടമാണ് നമ്മളുടെ മാരേജ് ചെയ്ത വീട്ടിലോട്ട് നമ്മൾ പോകുന്നത് എടുക്കുന്നത്. നമ്മൾ പുറത്ത് സ്ഥലത്ത് ജോലിയാണെങ്കിലും അശ്വിനും ദിയയും സെപ്പറേറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അവർ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഫ്ലാറ്റ് എടുത്താണ് നിൽക്കുന്നത് അല്ലേ? അപ്പോൾ അവർ രണ്ടുപേരുടെ വീട്ടിലും ഈക്വലി പോകുന്നുണ്ട്. ഇവിടെയും വന്നിട്ട് അല്ലെങ്കിൽ എൻ്റെ വീടാണ് എനിക്ക് ഇവിടെ വന്ന് കിടക്കാമെന്നും പറഞ്ഞുകൊണ്ട് ദിയ വരുന്നില്ല, ഇവിടെയും വന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അശ്വിൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്നും അവരുടെ വീട്ടിൽ നിന്നും ഭക്ഷണം കൊണ്ടുവന്ന് കഴിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ അവരുടെ വ്ളോഗ്സ് കാണുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലാകുന്നതാണ്. ഇത് കണ്ടിട്ട് ഇത് നമ്മളൊരു നെഗറ്റിവിറ്റി എന്താണ് അശ്വിൻ്റെ മീൻസ് അശ്വിൻ്റെ വീട്ടിലോട്ട് എന്തിനാണ് നമ്മളൊരു നെഗറ്റിവിറ്റി കുത്തിനിറച്ച് കൊടുക്കേണ്ടത്? ഒരു ആവശ്യവും ഇല്ല. അത് കണ്ടൊന്നും ഒരിക്കലും അവർ മാറാൻ പോകുന്നില്ല. എങ്കിൽ തന്നെ ഒരു 10 പേര് പറയുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കുമല്ലേ, അയ്യോ ഇങ്ങനാണോ, അല്ലെങ്കിൽ എന്നെയും നമ്മൾ മലയാളീസ് അല്ലേ, നമ്മൾ മനുഷ്യരല്ലേ, നമ്മളുടെ എന്നെ എൻ്റെ മക്കളിൽ നിന്ന് അകത്തിയോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു ചിന്തിക്കുന്ന ഒരു തോട്ടിലോട്ട് നമ്മൾ എന്തിനു കൊണ്ടെത്തിക്കണം? അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇങ്ങനെ വന്ന് കമൻസിലും ഒന്നും അറിയിപ്പിച്ച് അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ. അവർ നല്ല 2 ഫാമിലി നല്ല ഹാപ്പിയോടുകൂടി പോകുന്നു. അത് ചിലത് പബ്ലിക്കാക്കാൻ അവർ താല്പര്യപ്പെടുന്നില്ലായിരിക്കും. മറ്റവരുടെ പ്രൈവസി മാനിച്ച് ചിലപ്പോൾ അത് പബ്ലിക്കാക്കാൻ താല്പര്യപ്പെടുന്നില്ലായിരിക്കും. അപ്പോൾ അതിൻ്റെ വഴിക്ക് വിടുക. അവർ ഹാപ്പിയായിട്ട് KK ഫാമിലി ഹാപ്പി ആയിട്ട് അവരുടെ കാര്യങ്ങൾ അവർക്ക് പുറത്തോട്ട് കാണിക്കാൻ താല്പര്യമുണ്ട്, പബ്ലിക്കിനെ കാണിക്കാൻ താല്പര്യമുണ്ട്. സോ അവരത് കാണിക്കുന്നു. അപ്പോൾ അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, അതിനെ കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ലെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്തു പോവുക.
അതിനെ വിമർശിക്കാതിരിക്കുക, നല്ലതിനെ വിമർശിക്കാതിരിക്കുക. ചീത്തയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അത് പറയുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി. ബൈ ബൈ, ടേക്ക് കെയർ. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.